അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹനിധികളായ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു അടിമയ്ക്കുണ്ടാകേണ്ട മൂന്നാമത്തെ വിശേഷണം വമൻ റുസിഖ തൗബത ലം യുഹ്റമുൽ ഖബൂല. ആർക്കെങ്കിലും അവന്റെ ജീവിതത്തിൽ തൗബയുണ്ടെങ്കിൽ, നമ്മളൊക്കെ പാവങ്ങൾ ചെയ്യാറുള്ളവരാണ്, ആ പാവങ്ങളിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ പശ്ചാത്തപിക്കണം. പശ്ചാത്തപിക്കേണ്ടത് ഒരു മുഅ്മിനായ അടിമയുടെ നിർബന്ധമായ ബാധ്യതയാണ്. നമ്മുടെ പാവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രാജിയാകണം. എല്ലാ പാവങ്ങളിൽ നിന്നും നമ്മൾ തൗബ ചെയ്യണം. ചെറുതും വലുതുമായ മുഴുവൻ പാവങ്ങളിൽ നിന്നും തൗബയുണ്ടാകണം. ആ തൗബ നമുക്കുണ്ടായാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ഒരു കബൂലിയത്ത്, നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ വാക്കിലുമൊക്കെ ഒരു കബൂലിയത്ത് ഉണ്ടാകണമെങ്കിൽ നമുക്ക് തൗബയുണ്ടാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരടിമയ്ക്ക് വേണ്ട മൂന്നാമത്തെ വിശേഷണം എന്തെന്നറിയോ? വമൻ റുസിഖ തൗബതഹാ ലം യുഹ്റമുൽ ഖബൂലഹാ. ആർക്കെങ്കിലും തൗബയുണ്ടായ, ആർക്കെങ്കിലും നിഷ്കളങ്കമായ പശ്ചാത്താപമുണ്ടായ, വാര്യല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരങ്ങളിൽ നിന്ന് ഗദ്ഗദത്തോടുകൂടി, ദുഃഖത്തോട്, വിഷമത്തോടുകൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചെയ്തു പോയ പാപങ്ങളേറ്റു പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പശ്ചാത്തപിച്ചാൽ ലം യുഹ്റമുൽ ഖബൂലഹാ. സഹോദരങ്ങളെ, നമ്മുടെ വാക്കിനാൽ ഒരു കബൂലിയത്തുണ്ടാകണമോ? നമ്മൾ പറയുന്നത് മറ്റുള്ളവർ സ്വീകരിക്കണമോ? അതേപോലെ നമ്മൾ പറഞ്ഞാൽ, നമ്മൾ പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു സ്വീകാര്യത വേണോ? എങ്കിൽ തൗബയെ അവൻ അധികരിപ്പിച്ചു കൊള്ളട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞതുപോലെ വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി. ആരാണ് നമ്മുടെ റബ്ബാരെന്നറിയോ? ഈ ആകാശത്തെയും ഈ ഭൂമിയെയും ഈ താരാപഥങ്ങളെയും ഈ നൈൽ നദികളെയും എല്ലാം സൃഷ്ടിച്ച് സംഹരിക്കുന്ന സർവാജ്ഞനും സർവാധിപതിയുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരെന്നറിയോ? അല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി. പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ച റബ്ബ്, ആ മനുഷ്യനെ പടച്ചെടുത്ത റബ്ബുണ്ടല്ലോ, ആ മനുഷ്യനെങ്ങാണം തന്റെ അടിമയെങ്ങാട് ആകാശത്തിന്റെ വിരിമാറിലേക്ക് തന്റെ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ചോദിച്ച ആ ചോദ്യത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉത്തരം നൽകുന്നതാണ്. അടിമകളെ, അല്ലാഹുവിന്റെ പടപ്പുകളെ, അല്ലാഹുവിന്റെ സൃഷ്ടികളല്ലേ ഞാനും നിങ്ങള്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായിട്ട് നമുക്കൊന്ന് അടുത്തുകൂടെ? അവനിലേക്ക് ചെയ്തു പോയ പാവങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചുകൂടെ? അവനിലേക്ക് ചെയ്തു പോയ പാവങ്ങളേറ്റ് പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചുകൂടെ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി തന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഇന്നല്ലാഹ തആല യബ്സുതു യദഹു ബില്ലൈൽ. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിലേക്ക് അവന്റെ കടാശം ചൊരിയുകയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രാത്രിയാകുമ്പോ നമ്മളിലേക്ക് കാരുണ്യത്തെ വർഷിപ്പിക്കുകയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രാത്രിയാകുമ്പോ അടിമകളെ വിളിക്കുകയാ. അടിമകളെ, നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്തിനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കരങ്ങളെ, കാരുണ്യത്തിന്റെ കരങ്ങളെ നമ്മളിലേക്ക് വിരിക്കുന്നത്? എന്തിനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കാരുണ്യത്തിന്റെ കരങ്ങളെ നമ്മളിലേക്ക് എന്തിനാണ് വിരിക്കുന്നതെന്നറിയോ? ലിയതൂബ മുസീഉൻ നഹാർ. നമ്മൾ പകലിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരല്ലേ. നമ്മുടെ കൂട്ടുകാരുടെ നിർബന്ധ പ്രകാരം ബാറുകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിച്ചു
സഞ്ചരിച്ചവരല്ലേ, നമ്മൾ ഒരുപാട് ഹറാമുകൾ ചെയ്തു പോയവരല്ലേ. എന്നാൽ എന്റെ ചെറുപ്പക്കാരാ, രാത്രിയാകുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിലേക്ക് കാരുണ്യം ചൊരിയാ, അവന്റെ കരുണ നമ്മളിലേക്ക് ചൊരിഞ്ഞു തരാ, അവന്റെ കൃപ നമ്മളിലേക്ക് ചൊരിയാൻ വേണ്ടിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാ കാത്തിരിക്കുകയാണ് സഹോദരാ. എന്നിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, വയബസുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈലി. പകലിലാണെങ്കിലോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ അടിമയിലേക്ക് കൈകൾ വിരിക്കുകയാ, കാരുണ്യത്തിന്റെ കൈകൾ അല്ലാഹു വിരിക്കുകയാ. ലിയതൂബ മുസീഉൽ ലൈലി, രാത്രി ചെയ്തു പോയ പാവങ്ങളുണ്ടല്ലോ, കുറ്റാക്കൂരിരത്തിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഒരടിമ ചെയ്തതായ തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റുകളിൽ നിന്ന് ഒരടിമയെങ്ങാനും അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയ സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ഉമ്മയോടല്ലേ. ആ ഉമ്മയുടെ കാരുണ്യം കൊണ്ടല്ലേ നമ്മളെ കയ്യിൽ നിന്ന് ജീവിച്ചിരിക്കുന്നത്. ആ ഉമ്മ നമ്മളെ കട്ടപ്പെട്ട് വളർത്തിയത് കൊണ്ടല്ലേ, ആ ഉമ്മയുടെ അമ്മിഞ്ഞ പാല് നുകർന്നത് കൊണ്ടല്ലേ. സ്നേഹനിധിയായ ഉമ്മ നമ്മളോട് കാരുണ്യം കാണിച്ച ആ ഉമ്മാന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കൂലേ, നമ്മൾ പ്രതീക്ഷയോടുകൂടി ഉമ്മാന്റെ വിളിയെയും കാതോർത്തിരിക്കത്തില്ലേ. എന്നാൽ അതിനേക്കാളും സ്നേഹത്തോടുകൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പകലിലും അതാ തന്റെ കൈകൾ വിരിക്കുകയാണ്, കാരുണ്യത്തിന്റെ കരങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിരിക്കുകയാ. എന്തിനെന്നറിയുമോ, ലിയതൂബ മുസീഉൽ ലൈലി, രാത്രിയിൽ ചെയ്തു പോയ പാവങ്ങളുണ്ടല്ലോ, രാത്രിയിൽ ചെയ്തു പോയ അപരാധങ്ങളുണ്ടല്ലോ, അപരാധങ്ങൾ പുറത്തു തരാൻ ഹത്താ തത്ലുഅ ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ ദിവസവും തന്റെ അടിമകളുടെ പശ്ചാത്തലത്തെയും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, എത്രയോ പാവങ്ങളാണടാ ചെറുപ്പക്കാരാ നീ ചെയ്യുന്നത്, എത്രയോ തെറ്റുകളാണടാ ചെറുപ്പക്കാരാ നീ ചെയ്യുന്നത്, എത്രയോ അക്രമങ്ങളാണ് ചെറുപ്പക്കാരാ നീ ചെയ്യുന്നത്. നമ്മുടെ റബ്ബിലേക്കൊന്ന് നിഷ്കളങ്കമായി, നമ്മുടെ റബ്ബിലേക്ക് നിസ്വാർത്ഥമായിട്ട് നമുക്കൊന്ന് തൗബ ചെയ്യണ്ടേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പാവങ്ങളൊക്കെ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.